വിശദമായ വാർത്തയിലേക്ക്. അരിക്കൊമ്പനെ ഇന്ന് കാട്ടിൽ തുറന്നു വിടരുതെന്ന് മദ്രാസ് ഹൈക്കോടതി. കോടതി വനം വകുപ്പിന് നിർദ്ദേശം നൽകി. നാളെ വിശദമായ വാദം തുടരും. അതുവരെ കാട്ടിൽ തുറന്നു വിടരുതെന്നാണ് നിർദ്ദേശം. വിവരങ്ങളുമായി സജയനും പ്രിൻസ് ജെയിംസും ചേരുന്നു. ആദ്യം സജയനിലേക്ക്. സജയൻ, എന്തുകൊണ്ടാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു നിർദ്ദേശം വച്ചിരിക്കുന്നത്? വിവരങ്ങൾ. എറണാകുളം സ്വദേശിയായ റബേക്ക ജോസഫ് എന്ന മൃഗസ്നേഹി മദ്രാസ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ചാണ് ഇപ്പോൾ ഈ വിധി അറിയിച്ചിരിക്കുന്നത്. ഇന്ന് അരിക്കൊമ്പനെ കാട്ടിൽ തുറന്നു വിടരുത് എന്നാണ് മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ചിന്റെ ഉത്തരവ്. ഇത് കോടതി വനം വകുപ്പിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. നാളെ രാവിലെ 10:30 മണിക്ക് ഇതിന്റെ വിശദമായ ഒരു അവലോകനം കോടതിയിൽ നടക്കും. അതിനുശേഷം മാത്രമേ തീരുമാനിക്കാവൂ എന്നും അരിക്കൊമ്പൻ അതേപോലെ കേരളത്തിന് കൈമാറണമെന്ന് ഹർജിക്കാരനായ റബേക്ക ജോസഫ് ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ മെയ് 27-നാണ് കമ്പം ജനവാസ മേഖലയിൽ അരിക്കൊമ്പൻ പരിഭ്രാന്തി പരത്തി പിറ്റേന്ന് തന്നെ മയക്കുവെടി വയ്ക്കാൻ തമിഴ്നാട് വനവകുപ്പ് തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി വനവകുപ്പ് മുനിസിപ്പാലിറ്റിയിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിരുന്നു. തുടർന്ന് വനവകുപ്പ് അതിന്റെ മുഴുവൻ സജ്ജീകരണങ്ങളോടെ കാത്തിരുന്നെങ്കിലും അരിക്കൊമ്പൻ കാട്ടിലേക്ക് മറയുകയായിരുന്നു. തുടർന്ന് ഇന്ന് വെളുപ്പിന് 12:30-നാണ് വീണ്ടും ജനവാസ മേഖലയിലേക്ക് കയറിയ അരിക്കൊമ്പനെ മയക്കുവെടി വയ്ക്കുകയും തുടർന്ന് ആംബുലൻസ് ലോറി മുഖാന്തരം കഴക്കാട്, അതായത് തമിഴ്നാട് തിരുനെൽവേലി ജില്ലയ്ക്ക് സമീപം കഴക്കാട് പുലികൾ ശരണാലയത്തിലേക്ക് തുറന്ന കാട്ടിൽ അരിക്കൊമ്പനെ തുറന്നുവിടാനായിരുന്നു പരിപാടി. ഇതിനനുസരിച്ച് ലോറിയിൽ കയറ്റി തിരുനെൽവേലിക്ക് സമീപം കഴക്കാടിൽ കൊണ്ടുവരവെയാണ് ഇത് സുപ്രധാനമായ ഒരു വിധിയുമായി മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ച് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നത് പ്രാധാന്യമർഹിക്കുന്ന ഒരു ഉത്തരവാണ് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ശരി, സജയൻ. പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, 2 ഹർജികളായിരുന്നു എറണാകുളം സ്വദേശിയിൽ നിന്ന് പോയിരുന്നത്. സജയൻ പറയുന്നതനുസരിച്ച് ഒന്ന് കേരളത്തിലേക്ക് ആവശ്യപ്പെട്ടുകൊണ്ടും മറ്റൊന്ന് കാട്ടിൽ തുറന്നു വിടരുത് എന്നുള്ളതും. നാളെ എന്തായാലും മദ്രാസ് ഹൈക്കോടതി വിശദമായ വാദം കേൾക്കും. എന്താണ് അറിയാൻ സാധിക്കുന്നത്? കാട്ടിൽ അരിക്കൊമ്പനെ തുറന്നു വിടാനുള്ള സാധ്യതയാണോ കാണുന്നത്? നിലവിൽ അരിക്കൊമ്പനെ കൊണ്ടുള്ള വാഹന തിരുനെൽവേലിക്ക് സമീപത്തേക്ക് എത്തിയിരിക്കുന്ന ഏകദേശം 10 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ തിരുനെൽവേലിയിലേക്ക് എത്തും. ഏകദേശം 50 കിലോമീറ്റർ താഴെ സഞ്ചരിച്ചാൽ ഈ മുൻപ് നിശ്ചയിച്ചിരുന്ന മേഖലയിലേക്ക് അടുത്തെത്തുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വിധി പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത്. ആന ഇത്രയും ദൂരം രാവിലെ മുതലുള്ള യാത്രയൊക്കെയുള്ള ക്ഷീണമൊക്കെ ഉണ്ടെന്നാണ് കരുതുന്നത്. എന്തായാലും ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ നാളെ വീണ്ടും വാദം കേൾക്കുന്ന സാഹചര്യത്തിൽ ഈ അരിക്കൊമ്പനെ തുറന്നു വിടുന്നത് ഒരു ദിവസത്തേക്ക് മാറ്റേണ്ട അവസ്ഥയുണ്ട്. ഹൈക്കോടതിയുടെ കൂടുതൽ ആരോഗ്യസ്ഥിതിയും ഒക്കെ പരിഗണിച്ചുള്ള നടപടികളായിരിക്കും ഇനി വനം വകുപ്പ് സ്വീകരിക്കുക. എന്തായാലും അരിക്കൊമ്പനെ വാഹനത്തിൽ തന്നെ നിരീക്ഷിക്കുകയും ഒപ്പം ആവശ്യമായ ചികിത്സയും ഭക്ഷണവും എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതായത് നിലവിൽ തിരുനെൽവേലിക്ക് സമീപത്ത് വരെ ആന എത്തിച്ചിരിക്കുന്നു. വാഹന വ്യൂഹം പുലർച്ചെ 12:30-ഓടെയാണ് ദൗത്യം ആരംഭിക്കും. 4 മണിയോടെ ദൗത്യം പൂർത്തീകരിച്ച് ആരെയും വാഹനത്തിൽ കയറ്റുകയും ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. മണിക്കൂറുകൾ, കിലോമീറ്ററുകൾ അകലെയുള്ള പ്രദേശത്തേക്കാണ് നിലവിൽ അരിക്കൊമ്പനെ എത്തിക്കുന്നത്. അതായത് ഒരിക്കലും കേരള അതിർത്തിയോട് ചേർന്നിട്ടുള്ള ഈ മേഖലയിൽ നിന്നും വളരെ ദൂരെയല്ല. ആദ്യം മേഘമലയിലേക്കുള്ള മലമേഖലയിലേക്ക് എത്തിക്കുന്നതെന്ന് അറിയിച്ചില്ലെങ്കിലും പിന്നീട് തിരുനെൽവേലിയിലേക്ക് നീക്കുകയായിരുന്നു. ഇപ്പോൾ കിലോമീറ്ററുകൾ ഏകദേശം 300-ലധികം കിലോമീറ്ററോളം കുമളി മേഖലയിൽ നിന്നും മാറ്റമുള്ള പ്രദേശത്തേക്കാണ് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് ഇനി തിരികെ വരാനുള്ള സാധ്യതകളും വളരെ കുറവാണ്. പക്ഷേ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഉള്ള നടപടികൾ കാത്തിരിക്കുന്നത് തന്നെയാണ്. പ്രിൻസ്, ഇന്നിപ്പോ ആനയെ എന്ത് ചെയ്യാനാണ്? അതായത് നാളെ വിശദമായ വാദം തുടരും എന്നാണ് കോടതിയിൽ നിന്ന് അറിയുന്നത്. അപ്പോൾ അരിക്കൊമ്പന്റെ ഇന്നത്തെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല, അല്ലെ? പിന്നെ തീർച്ചയായും കേരളത്തിലേക്ക് ആരെയും തിരിച്ചുകൊണ്ടുവന്ന സാധ്യതയൊന്നുമില്ല. നിലവിൽ തമിഴ്നാട് വനം വകുപ്പ് ആനയെ നിരീക്ഷിക്കുകയും അവരുടെ സംരക്ഷണയിൽ ആനയ്ക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ആദ്യം ദിവസങ്ങളെ തന്നെ നാളെ കോടതിയുടെ ഇടപെടലിന്റെ വിധിയെ തുടർന്നുണ്ടാകുന്ന വാദം കേട്ടതിനെ തുടർന്നായിരിക്കും നടപടി സ്വീകരിക്കുക. നിലവിൽ ആനയ്ക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും നൽകുകയും ഒപ്പം നിലവിൽ ചില ചികിത്സകളൊക്കെ ഉണ്ട്. അത് തുടർന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകും. കൂടുതൽ വിദഗ്ധമായ ഒരു ചികിത്സ ലഭ്യമാക്കാനുള്ള സാധ്യത കൂടിയാണ് ഈ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും തുമ്പിക്കൈയിലുള്ള മുറിവ് ഇന്ന് രാവിലെ ആവശ്യമായ ചികിത്സയൊക്കെ നൽകിയിരുന്നു. കൂടുതൽ വിദഗ്ധമായ ഒരു പരിശോധന നടത്താൻ കൂടി സാധിക്കുന്ന സാഹചര്യമാണ് ഇതിലുള്ളത്. എന്തായാലും നാളെ
വാദം കേൾക്കുന്ന അടിസ്ഥാനത്തിലായിരിക്കും മറ്റു നടപടികൾ. കേരളത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അത് എത്രമാത്രം അംഗീകരിക്കപ്പെടും എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ വനം വകുപ്പുമായിട്ട് ഇക്കാര്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ എന്തെങ്കിലും വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടോ? ഈ ആനയെ എന്തായാലും കുമളി കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത്, അപ്പൊ സ്വാഭാവികമായിട്ടും സർക്കാരുമായി എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ തമിഴ്നാട് വനം വകുപ്പ്? ധന്യ, നിലവിൽ ഏതാനും ദിവസങ്ങളായി കേരള തമിഴ്നാട് അതിർത്തിയിൽ നിന്ന് മാറി പൂർണ്ണമായും തമിഴ്നാട് വനമേഖലയിലെത്തിയ കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ തമിഴ്നാട് വനം വകുപ്പാണ് ഈ പൂർണ്ണമായും കാര്യങ്ങളെല്ലാം ചെയ്തത്. കേരളത്തെ അറിയിച്ചിട്ടുണ്ട്, കേരളത്തിലെ വനം വകുപ്പിനെയും ജനപ്രതിനിധികളും ഒക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും തമിഴ്നാടിന്റെ ചുമതലയിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. പൂർണ്ണമായും അവർ അവിടെ കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും പൂർണ്ണമായും നിരീക്ഷിക്കുകയും ദിവസങ്ങളോളം നിരീക്ഷിക്കുകയും ചെയ്തിട്ടാണ് ആനയെ ഇപ്പോൾ ജനവാസ മേഖലയിൽ നിന്നും തിരിച്ചു മാറ്റി ഉപകരണത്തിലേക്ക് നീക്കാനുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ മൃഗസ്നേഹികളായ ആളുകൾ ഹർജി തുടർന്നുണ്ടായ നടപടികളോളം ദൗത്യം പൂർത്തിയാക്കുന്നതിൽ വൈകിയിരിക്കുന്നു. നാളത്തേക്ക് ദൗത്യം പൂർത്തീകരിക്കുന്ന നടപടി. സജയൻ വീണ്ടും ചേരുന്നുണ്ട്. സജയൻ, ഹർജിയെ തുടർന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് മദ്രാസ് ഹൈക്കോടതി. നാളെയാണ് വിശദമായ വാദം കേൾക്കുക. എന്തായിരുന്നു ഹർജിയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ? ധന്യ, അതായത് കോടതിയുടെ വിമർശനം രൂക്ഷമായിരുന്നു. അതായത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം ആനകളുടെ സഞ്ചാര മേഖലയിൽ മനുഷ്യൻ അതിക്രമിച്ചു കിടന്ന കെട്ടിട നിർമ്മാണങ്ങളും സ്ഥലങ്ങളെ ആക്രമിച്ച് കൈയടക്കുന്നതും മുഖാന്തരം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ആനകൾ വന്ന് തന്റെ സഞ്ചാര മേഖല കടന്ന് ആ വഴി അടയ്ക്കപ്പെട്ടതിനാൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കയറാൻ കാരണമെന്ന് ഒരു രൂക്ഷ വിമർശനവും കൂടി മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് കോടതി ഉന്നയിക്കുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കളക്കാടിന് സമീപം കൊണ്ടുവന്ന ആനയെ ഇപ്പം തമിഴ്നാട് വനവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ സുരക്ഷിതമായ ആഹാരവും മറ്റ് സജ്ജീകരണവും ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെ കോടതിയുടെ പൂർണ്ണമായ വിധി വന്നതിന് ശേഷമേ അടുത്ത തീരുമാനം ഉണ്ടാകൂ. കേരളത്തിന് കൈമാറണമെന്ന് വിധി വന്നാൽ കേരളത്തിലേക്ക് കൈമാറാനുള്ള നടപടി സ്വീകരിക്കും. അല്ല എങ്കിൽ തുറന്നു വിടാനാണ് ഉത്തരവെങ്കിൽ തുറന്നു വിടുമില്ലെങ്കിൽ വനംവകുപ്പിന്റെ നിയന്ത്രണത്തിൽ വയ്ക്കാനാണ് ഉത്തരവ് വരുന്നതെങ്കിൽ തമിഴ്നാട് വനംവകുപ്പിന്റെ നിയന്ത്രണത്തിൽ ആനയ്ക്ക് പൂർണ്ണ സുരക്ഷ ഉറപ്പ് വരുത്തി ആനയെ സംരക്ഷിക്കാനുള്ള നടപടികളും തമിഴ്നാട് വനംവകുപ്പ്. ഇപ്പം കോടതിയെ സംബന്ധിച്ച് നാളെ ഇതിൽ ഒരു തീരുമാനം, ഒരു ഉത്തരവ് എന്ന തരത്തിൽ വരികയുള്ളൂ. അതുവരെ ആനയെ എത്തരത്തിലാണ് വനംവകുപ്പ് സംരക്ഷിക്കുക? തന്നെ ഇപ്പോൾ ആനയ്ക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്താണ് ആനയെ കൊണ്ടുവന്നത്. അതായത് കൊണ്ടുവരുന്ന വഴിയിൽ തന്നെ പല സ്ഥലങ്ങളിലും തമിഴ്നാട് വനംവകുപ്പ് ലോറിയെ ഈ അത്യുഷ്ണം കാരണം ആനയ്ക്ക് ഏതൊരു ശാരീരിക അസ്വസ്ഥത ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ അവിടെയായി നിർത്തി അതിനെ വെള്ളത്തിൽ കുളിപ്പിച്ചും അതിന് വേണ്ട എല്ലാ വൈദ്യ പരിശോധനകളും നടത്തിയാണ് സൂക്ഷ്മമായി തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട് വനംവകുപ്പ് ആനയെ കൈകാര്യം ചെയ്യുന്നത്. കഴക്കാടിന് സമീപമാണ് കൊണ്ടുവരുന്നതായി അറിയപ്പെടുന്നത്. ഏകദേശം കോവിൽപ്പട്ടി കടന്ന് തിരുനെല്വേലിക്ക് സമീപം ഇപ്പോൾ ആന വനംവകുപ്പിന്റെ നിയന്ത്രണത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ വിധി വരുന്നവരെ പൂർണ്ണമായും ആനയെ തമിഴ്നാട് വനംവകുപ്പ് എല്ലാ സജ്ജീകരണങ്ങളോടുകൂടി സംരക്ഷിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നടപടികൾ സ്വീകരിച്ചു വരുന്നത് തന്നെയാണ്. ശരി, നന്ദി സജയൻ. വിവരങ്ങൾക്ക് അരിക്കൊമ്പനെ കാട്ടിൽ തുറന്ന് വിടരുത് എന്നാണ് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇന്ന് കാട്ടിൽ തുറന്നു വിടരുത് എന്നുള്ളതാണ്. പ്രിൻസ് ജെയിംസ് വീണ്ടും ചേരുന്നുണ്ട്. പ്രിൻസ്, പ്രിൻസിലേക്ക് തിരിച്ചു വരാം. വിജയകുമാർ ബ്ലാത്തൂർ, പരിസ്ഥിതി പ്രവർത്തകൻ ചേരുന്നു. ശ്രീ വിജയകുമാർ, മദ്രാസ് ഹൈക്കോടതിയാണ് വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്. എറണാകുളം സ്വദേശിയുടെ ഹർജിയിലാണ് കോടതി ഇപ്പോൾ വനംവകുപ്പിന് ഇന്ന് കാട്ടിൽ അരിക്കൊമ്പനെ തുറന്നു വിടരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായിരിക്കും നീക്കം? ഹൈക്കോടതി അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ഹർജിയുടെ പുറത്ത് മാത്രമായിരിക്കുമോ? വേറെന്തെങ്കിലും തീരുമാനങ്ങളിലേക്ക് കടക്കാനാണോ അരിക്കൊമ്പന്റെ കാര്യത്തിൽ സാധ്യതയുള്ളത്? ഹർജി പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനമാകുമ്പോൾ ഹർജിക്കാരന്റെ ആവശ്യത്തിൽ കാര്യമുണ്ട് എന്ന് കോടതിക്ക് തോന്നിയത് കൊണ്ടാകാം. എനിക്ക് കൃത്യമായിട്ട് ഇതിന്റെ വിവരങ്ങൾ അറിയില്ല. എങ്കിലും ഇത്തരത്തിലുള്ള ഹർജി പോകുന്നത് സ്വാഭാവികമായിട്ടും ഓരോ ഗവൺമെന്റുകൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ചില ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് ഓരോ
പ്രദേശത്തെ ആളുകൾ ഇടപെടുന്നത് വളരെ നല്ലൊരു നീക്കമായിട്ട് എനിക്ക് തോന്നുന്നില്ല. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രദേശത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു ആനയെ എന്ത് ചെയ്യണമെന്നുള്ള തീരുമാനം അവരുടേതാണ്. അവർക്ക് സുരക്ഷിതമായിട്ട്, ആനക്കും സുരക്ഷിതമായിട്ട്, നാട്ടുകാർക്കും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് അതിനെ നീക്കം ചെയ്യാൻ അവർ വളരെ നേരം ആലോചിച്ചെടുത്ത തീരുമാനമായിരിക്കും. അതിൽ കോടതികൾ ഇതേപോലെ ആൾക്കാരുടെ ഇടപെടലുകളെ ഉപയോഗിച്ചുകൊണ്ട് അതിലേക്ക് കൈകടത്തുന്നത് ഒരു നല്ല ലക്ഷണമായിട്ട് ഞാൻ കാണുന്നു. ഈ അരിക്കൊമ്പന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഇപ്പം കേരളത്തിൽ ഈ ദൗത്യം ചെയ്തപ്പോഴാണെങ്കിലും ഇത് തിരിച്ചു വരികയും ജനവാസ മേഖലയിൽ തന്നെ ഇറങ്ങുകയും വലിയ ആക്രമണം നടത്തുകയും ഒക്കെ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ആളുകൾക്ക് എന്തായാലും ഒരു പേടിയുണ്ടായി, ഈ കഥകളും അറിഞ്ഞു കാണും. അപ്പോൾ എന്താണ് ഇതിലൊരു പോംവഴിയായിട്ട് താങ്കൾക്ക് തോന്നുന്നത് അരിക്കൊമ്പന്റെ? അല്ല, അതായത് നമ്മള് ഒരു ആനയെ, ഈ ഒരു ആന മാത്രമൊന്നും അല്ല, കേരളത്തിലും മാത്രമല്ല ലോകത്തെങ്ങും ഇത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ആനിമലുകളെ എന്ത് ചെയ്യണം എന്നുള്ളതിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു ധാരണകളുണ്ട്. അടിസ്ഥാനപരമായിട്ട് മനുഷ്യരുടെ സുരക്ഷിതത്വം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആനകളുടെ സംരക്ഷണം പോലെ തന്നെ പ്രധാനമാണ് മനുഷ്യരുടെ സംരക്ഷണം എന്നുള്ളത്. അപ്പോൾ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതാത് ഗവൺമെന്റുകൾ ഒരിക്കലും മനുഷ്യവിരുദ്ധമായിട്ട് അവരുടെ സ്റ്റേറ്റിലെ ജനങ്ങൾക്കെതിരായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. മൃഗങ്ങളുടെ സംരക്ഷണം നമ്മൾക്ക് അറിയാവുന്ന പോലെ തന്നെ വന്യജീവി സംരക്ഷണ നിയമത്തെ പിന്തുടർന്നുകൊണ്ട് നിയമത്തിന്റെ വ്യവസ്ഥകളിൽ നിന്നുകൊണ്ട് മാത്രമേ ഗവൺമെന്റുകൾ നടപടിയെടുക്കുകയുള്ളൂ. അതിലുപരിയായിട്ട് അതായത് ഇപ്പം വനമന്ത്രി പറഞ്ഞതുപോലെ ഈ പറയുന്ന മൃഗസ്നേഹികളുടെ ഈ ഹർജികൾ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നതാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് ഒരു നല്ല ഒരു തീരുമാനങ്ങളല്ല. ജനങ്ങൾ ഓരോ കാര്യങ്ങളിലും നമുക്കുണ്ടാകുന്ന ഒരു തരം കാൽപ്പനികമായിട്ടുള്ള ഇഷ്ടങ്ങൾ, മൃഗങ്ങളോടും ഒക്കെയുള്ള ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ടൊക്കെ നമ്മുടെ കോടതികളും ഗവൺമെന്റും ഒക്കെ നീങ്ങേണ്ടി വരിക എന്ന് പറയുന്ന ഒരു നല്ലൊരു രീതിയല്ല. ശരി, വളരെ നന്ദി ശ്രീ വിജയകുമാർ പ്രതികരിച്ചതിന്. വാർത്തകളിലേക്ക്. കോൺഗ്രസ് പുനഃസംഘടനയിൽ കലാപക്കൊടി ഉയർത്തിയ എ ഗ്രൂപ്പ്. നേതൃത്വത്തിനെതിരെ പരസ്യമായി എ ഗ്രൂപ്പ് നേതാവ് ബെന്നി ബെഹനാൻ രംഗത്തെത്തി. കോൺഗ്രസിലെ ഐക്യശ്രമങ്ങൾക്കെതിരാണ് പുനഃസംഘടനയെന്നാണ് വിമർശനം. ഓരോരുത്തരെയും അടർത്തിയെടുത്ത് ചിലർ സ്വന്തം ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുവെന്നും ബെന്നി തുറന്നടിച്ചു. പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ പഴയ ഗ്രൂപ്പ് സജീവമാകുമെന്നാണ് മുന്നറിയിപ്പ്. ഞാൻ അംഗീകരിക്കാന്നുള്ളല്ലോ പറഞ്ഞത്. ഈ പട്ടികയിൽ ഞങ്ങൾക്കുള്ള ഒരു ദുഃഖം ഞാൻ പറയുന്നു. ഈ പട്ടിക പുറത്തു വന്നപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെടുത്തി. ഈ പട്ടിക കൊണ്ട് ഉണ്ടായിരിക്കുന്നത് എന്താ? കേരളത്തിലെ കോൺഗ്രസിൽ രൂപപ്പെട്ടു വന്ന ഐക്യശ്രമങ്ങൾക്ക് ഈ പട്ടികയുടെ പ്രഖ്യാപനത്തോടുകൂടി മങ്ങലേറ്റിരിക്കുന്നു. ഞങ്ങളിൽ വിശ്വാസമില്ലാത്ത ഈ നേതൃത്വത്തിനോട് എന്ത് സമീപനം വേണമെന്നതിനെക്കുറിച്ച് ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിക്കും. ഒരു ആലോചനയോട് ഞങ്ങൾ തീരുമാനമെടുക്കും. പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമമെങ്കിൽ പഴയ ഗ്രൂപ്പ് വീണ്ടും സജീവമാവും. പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാനാണെങ്കിൽ ഞങ്ങളാരും ഞങ്ങൾ എത്രയോ വാർത്താമാധ്യമങ്ങൾ ഞങ്ങൾ നടത്തിയതാണ്. ഞങ്ങളുടെ ഒന്നും ഇന്ന് വരെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനം നിങ്ങളിവിടെ സംസാരിക്കാൻ വന്നിട്ടില്ല. പക്ഷേ നിലവിലുള്ള ഗ്രൂപ്പുകളെ ഇല്ലാതാക്കി പുതിയ ഗ്രൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ സ്വാഭാവികമായും എവരി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അതുണ്ടായിരിക്കും. ഉമ്മൻചാണ്ടിയുടെ മനസ്സറിയേണ്ട ഉത്തരവാദിത്തം തീരുമാനമെടുക്കുന്നതിന് നേതാക്കന്മാർക്കുണ്ടായിരുന്നു. അത്രയും പറഞ്ഞ് നിർത്തുന്നു. ഉമ്മൻചാണ്ടിയെപ്പോലുള്ള ഒരാളുടെ മനസ്സറിയേണ്ട ഉത്തരവാദിത്തമാർക്കാ? മണ്ഡലം പ്രസിഡന്റ് അല്ല, ഞങ്ങൾക്കല്ല. തീരുമാനമെടുക്കേണ്ട ആളുകൾക്ക് ആ മനസ്സറിയാൻ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. ആ ഉത്തരവാദിത്തം അവർ നിറവേറ്റിയിട്ടില്ലെങ്കിൽ, ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഇല്ലെങ്കിൽ വലിയ തെറ്റല്ലത്. ഒരു സംശയമുണ്ടോ കാര്യത്തിൽ? വിശ്വനാഥൻ ചേരുന്നു. സുവി, ഗ്രൂപ്പ് കലാപം അവസാനിക്കുന്നില്ല കോൺഗ്രസിൽ. എന്താണ് ബെന്നി ബെഹനാന്റെ പരസ്യ പ്രതികരണത്തിലേക്ക് നീങ്ങാനിടയായ സാഹചര്യം? എന്താണ് അദ്ദേഹം പറഞ്ഞത്? വിവരങ്ങൾ. ധന്യ, ഒരിടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വീണ്ടും കലാപക്കൊടി ഉയരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബ്ലോക്ക് ഭാരവാഹി പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചില അസ്വാരസ്യങ്ങൾ നേതാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതിനെതിരെ ചില നേതാക്കൾ രംഗത്ത് വരികയും ഗ്രൂപ്പ് യോഗങ്ങളും മറ്റും ചേരുകയും ചെയ്തിരുന്നു. ഏതായാലും എ ഗ്രൂപ്പാണ് ഇപ്പോൾ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത്. എ ഗ്രൂപ്പിലെ മുതിർന്ന നേതാവായ ബെന്നി ബെഹനാനാണ് എറണാകുളത്ത് മാധ്യമങ്ങളെ കണ്ടത്. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ, തങ്ങളെ ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയിച്ചിട്ടില്ല, ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ കോൺഗ്രസിലെ ഐക്യശ്രമങ്ങൾക്ക് എതിരാണ് നിലവിലെ പുനഃസംഘടന എന്നാണ്
ഇവർ ബെന്നി ബെഹനാൻ പറഞ്ഞിരിക്കുന്നത്. അർദ്ധരാത്രി വാട്സപ്പിലൂടെയാണ് നടത്തിയ പുനഃസംഘടന ജനാധിപത്യ പാർട്ടിക്ക് ചേർന്നതല്ല എന്ന് അദ്ദേഹം രൂക്ഷമായ വിമർശനം നടത്തി. മുതിർന്ന നേതാക്കളായ ആരോടും തന്നെ ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല. സാധാരണ രീതിയിൽ ഈ ബ്ലോക്ക് ഭാരവാഹികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തങ്ങളോട് ഡിസ്കസ് ചെയ്യും, തങ്ങളോട് ചർച്ച ചെയ്യും എന്ന് AICC വൃത്തങ്ങൾ നേരത്തെ അറിയിച്ചിരുന്നതാണ്. എന്നാൽ അതുപോലും പാലിക്കാൻ നിലവിലെ നേതൃത്വം തയ്യാറായില്ല എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഓരോരുത്തരെയും അടർത്തിയെടുത്ത് ചിലർ സ്വന്തം ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. ഞങ്ങളെ വിശ്വാസമില്ലാത്തവരുമായി എങ്ങനെ സഹകരിക്കും എന്നാണ് നിലവിൽ ആലോചിക്കുന്നത്. മറ്റ് മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിക്കും. അതിനുവേണ്ടി യോഗം ചേർന്ന് കൂടിയാലോചിച്ചതിന് ശേഷം AICCക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകും എന്നും ബെന്നി ബെഹനാൻ പറയുകയുണ്ടായി. കെ കരുണാകരനും AK ആന്റണിയുടെയും കാലത്തു പോലും കൂടിയാലോചനകളിലൂടെയാണ് ഇത്തരം കാര്യങ്ങൾ നടന്നിരുന്നത്. ഇങ്ങനെ കൂടിയാലോചന നടത്താം എന്ന് പറഞ്ഞിട്ട് നടത്താതിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ എങ്ങനെയാണ് ഇവരുമായി സഹകരിച്ച് മുന്നോട്ട് പോവുക എന്നാണ് ചോദിക്കുന്നത്. ഇവർ ആന്റണിയും കരുണാകരനുമല്ലല്ലോ എന്നൊരു വിമർശനം കൂടെ ബെന്നി ബെഹനാൻ രൂക്ഷമായി തന്നെ ഉന്നയിച്ചു. പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ പഴയ ഗ്രൂപ്പുകൾ വീണ്ടും സജീവമാകും എന്നും ബെന്നി ബെഹനാൻ പറയുകയുണ്ടായി. ഉമ്മൻചാണ്ടിയുടെ മനസ്സറിയേണ്ട ഒരു ഉത്തരവാദിത്വം നേതൃത്വത്തിനുണ്ടായിരുന്നു. ആ മനസ്സറിയാൻ പോലും ശരി. നന്ദി സുബി വിവരങ്ങൾക്ക്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ. ഇനി അതിഥി. മിസസ് വേൾഡ് ഗ്ലോബൽ ക്യൂൻ അവാർഡ് നേടിയ ഡോക്ടർ ഷംല ഹലീമയാണ് ഇന്ന് ലേഡീസ് ബാൻഡിൽ അതിഥിയായി ചേരുന്നത്. മികച്ച വനിതാ സംരംഭകയായും ഡോക്ടർ ഷംല തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. സ്വാഗതം ഡോക്ടർ ഷംല ലേഡീസ് ബാൻഡിലേക്ക്. സ്വാഗതം. നമുക്ക് സംസാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മുംബൈയിൽ നടന്ന മത്സരത്തിന്റെ കുറച്ച് വിഷ്വൽസ് കണ്ടിട്ട് തിരിച്ചു വരാം. മിസസ് വേൾഡ് ഗ്ലോബൽ ക്യൂനാണ്. ഏത് കാറ്റഗറി ആയിരുന്നു? ആ വിശേഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാമോ? തീർച്ചയായിട്ടും. ഇതൊരു പേജ്മെൻ്റ് നടത്തിയത് ടോപ്പാസ് പേജ്മെൻ്റ് എന്ന മിസസ് വേൾഡ് ഗ്ലോബൽ ക്യൂൻ എന്ന കമ്പനിയാണ്. ഇത് ബോംബെയിലാണിത് ഈ കോമ്പറ്റീഷൻ നടന്നത്. ഇതിൽ 2 കാറ്റഗറി ആയിട്ടായിരുന്നു, പ്ലാറ്റിനം ആൻഡ് ക്ലാസിക് കാറ്റഗറി ആയിട്ടാണ് ഈ കോമ്പറ്റീഷൻ നടന്നിരുന്നത്. അതിൽ ഞാൻ ആദ്യമേ തന്നെ ശരിക്കും പറഞ്ഞ ഒരു 500 പേരിൽ 50 പേരെ സെലക്ട് ചെയ്തിട്ട് അതിൽ ഫൈനൽ റൗണ്ടിൽ എത്തിയത് 29 പേരാണ്. അതിൽ ആദ്യത്തെ നമ്മളുടെ കുറച്ച് കോമ്പറ്റീഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു 3-4 റൗണ്ടായിട്ടാണ് ഈ കോമ്പറ്റീഷൻ നടന്നത്. അതായത് ഗൗൺ റൗണ്ട്, ട്രഡീഷണൽ റൗണ്ട്, ടാലൻറ്റ് റൗണ്ട്, പിന്നെ അതുപോലെ തന്നെ ജിം റൗണ്ട്, യോഗ റൗണ്ട്, അങ്ങനെ കുറച്ച് റൗണ്ട്സ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ട്രഡീഷണൽ റൗണ്ടിൽ ഞാൻ വിൻ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഐക്കണിക് ഐസായിട്ട് എന്നെ തിരഞ്ഞെടുത്തു. പിന്നെ ക്ലാസിക് റൗണ്ടിൽ, അതായത് ഞാൻ ക്ലാസിക് റൗണ്ടിലായിരുന്നു. ക്ലാസിക് റൗണ്ടിൽ ഞാൻ അത്രയും 29 പേരിൽ ക്ലാസിക് റൗണ്ടിൽ ഞാൻ വിൻ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ പ്ലാറ്റിനവും ക്ലാസിക്കും കൂടെ നോക്കിയിട്ട് ഇത് രണ്ടിലും കൂടെ വെച്ചിട്ടാണ് എനിക്ക് മിസസ് വേൾഡ് ക്യൂൺ വിന്നറാകാൻ പറ്റിയത്. ഇത് എങ്ങനെയാണ് ഇതിലേക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത്? എങ്ങനെയാണ്? ശരിക്കും ഞാനൊരു ബിസിനസ്സുകാരിയാണ്. കുറച്ചെന്ന് വെച്ചാൽ ഞാനൊരു ജ്വല്ലറി ഡിസൈനർ കൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫീൽഡുമായിട്ട് കണക്റ്റഡ് ആണ്. ചില നമ്മളുടെ ഓർണമെൻറ്റ്സ് പലരും ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ അതുപോലുള്ള ഫാഷൻ പ്രോഗ്രാമുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഓർണമെൻറ്റ്സ് എല്ലാവരും വാങ്ങിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ ഞാനൊരു എന്താ പറയുക, ഇൻസ്റ്റഗ്രാമിൽ ഒരു ഓൺലൈനിൽ വന്ന ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഫില്ല് ചെയ്ത് അയച്ചു. അവരതിൽ നമ്മുടെ പ്രൊഫൈൽ അയക്കാൻ പറഞ്ഞു. ഞാൻ പ്രൊഫൈൽ അയച്ചു കൊടുത്തു. പ്രൊഫൈൽ കണ്ടിട്ട് അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ആ ഇൻ്റർവ്യൂവിൽ ഞാൻ വിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഇവർ നമുക്ക് വേണ്ട ഗ്രൂമിങ്ങും കാര്യങ്ങളും എല്ലാം തന്നത്. അങ്ങനെ 5 months നമ്മൾ ഇതിനകത്ത് തന്നെയായിരുന്നു. കാരണം ഏർലി മോർണിംഗ് നമ്മൾ ജിം ചെയ്യുക, യോഗ ചെയ്യുക, അതുപോലെ തന്നെ ഡാൻസ്. ഞാനൊരു ക്ലാസിക്കൽ ഡാൻസറാണ്. അപ്പോൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പം നമുക്ക് ഇഷ്ടമുള്ള വിഷയം അവിടെ, അതായത് നമുക്ക് ഏതിലാണോ ടാലൻറ്റ് റൗണ്ട് എന്ന് പറയുന്നത്, നമ്മൾ പാട്ട് പാടുകയോ ഡാൻസ് ചെയ്യുകയോ അതുപോലെ നമുക്ക് നമ്മൾ ഏതിലാണോ ടാലൻ്റ് ആയിട്ടുള്ള അത് നമുക്ക് അവിടെ ചെയ്യാം.
പക്ഷെ അത് 1 മിനിറ്റാണ് നമുക്ക് തന്നിരിക്കുന്ന ടൈം. അപ്പോൾ ആ 1 മിനിറ്റ് കൊണ്ട് നമ്മളത് അവിടെ കമ്പോസ് ചെയ്ത് അവിടെ നമ്മൾ സ്റ്റേജിൽ അത് കോമ്പറ്റീഷൻ നമ്മൾ ചെയ്യണം, ആ സ്റ്റേജിൽ നമ്മളത് ചെയ്യണം. അപ്പോൾ ആ 1 മിനിറ്റിൽ നമ്മളത് എൻഡും ബിഗിനിങ്ങും കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ അത് ഞാൻ അതുപോലെ തന്നെ കമ്പോസ് ചെയ്തിട്ട് എൻ്റെ ടീച്ചർ അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ കമ്പോസ് ചെയ്തത്. കാരണം നമ്മളൊരു ഒരു പ്രോഗ്രാം തുടങ്ങുമ്പോൾ അതിനൊരു ബിഗിനിങ് ഉണ്ടല്ലോ തുടങ്ങുമ്പോൾ, അതുപോലെ തന്നെ എൻഡിങ്ങിൽ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ ഡാൻസ് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ തൊഴുത് എനിക്ക് ഇറങ്ങാൻ പറ്റി. അപ്പൊ അത് തന്നെ എനിക്കൊരു ഭയങ്കര കാരണം അല്ലെങ്കിൽ നമ്മൾ പാതി വെച്ചിട്ട് നിർത്തേണ്ടി ഒരു ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ടൈം 1 മിനിറ്റിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ അത് ഞങ്ങൾ അത് ഇവിടുന്ന് കമ്പോസ് ചെയ്ത് കുറേ കട്ട് ചെയ്ത് കമ്പോസ് ചെയ്ത്. ക്ലാസിക്കൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഡോക്ടർ? ക്ലാസിക്കൽ വേറെ ഉണ്ടായിരുന്നു, വേറെ 3-4 പേരുണ്ടായിരുന്നു. പിന്നെ മിക്കവരും 1-2 പേരേ ഉള്ളൂ പാട്ട് പാടിയത്, ബാക്കിയെല്ലാം ഡാൻസ് ആയിരുന്നു. അല്ല, നമ്മൾ 29, അതായത് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. അതായത് ബംഗ്ലാദേശ്, ഇറാൻ, സിംഗപ്പൂർ, കാനഡ, ഓസ്ട്രേലിയ, അങ്ങനെ ദുബായ്, പല സ്ഥലത്തു നിന്നുള്ള മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു. അതിൽ അത്രയും പേരിൽ നിന്നാണ് എന്നെ അവർ സെലക്ട് ചെയ്തത്. പിന്നെ എല്ലാ റൗണ്ടും, അതായത് ട്രഡീഷണൽ റൗണ്ട് എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ ഉണ്ണിയാർച്ചയുടെ വേഷമാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതെനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനൊരു ഡാൻസർ, പിന്നെ ഞാൻ കളരി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രഡീഷണൽ റൗണ്ട് എനിക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. അതിൻ്റെ കോസ്റ്റ്യൂംസ് ആണെങ്കിലും നമ്മൾ ആ രീതിയിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ആ ഒരു കറക്റ്റ് വേയിൽ തന്നെയാണ് നമ്മൾ പോയത്. അപ്പം പിന്നെ നമുക്ക് അവിടെ കൂടുതൽ നമുക്ക് എഫേർട്ട് ഉണ്ടായത് ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടിലാണ്. അവസാനം ഇപ്പോൾ അവർ തന്നെ നമുക്ക് ക്ലാസ് ഗ്രൂമിങ് തരുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, നിങ്ങൾ ഏത് റൗണ്ടിലും നിങ്ങൾ വിൻ ചെയ്താലും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടിൽ വരുമ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ തന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട് ആകുമെന്ന് പറഞ്ഞായിരുന്നു. ആൻസർ കൊടുക്കൽ മാത്രമല്ല, അത് എങ്ങനെ എന്നൊക്കെ ഉള്ളത് ശ്രദ്ധിക്കുമായിരിക്കും. അയ്യോ ഉണ്ട്. നമ്മൾ അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലുമ്പം തൊട്ട് നമ്മളെ അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് അത് അവർ ആദ്യമേ തന്നെ നമുക്ക് ഓൺലൈൻ ഗ്രൂമിങ് തരുമ്പോഴേ അവർ പറഞ്ഞായിരുന്നു, നമ്മുടെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, പിന്നെ അതുപോലെ നമ്മുടെ സംസാരം, ഈ പേഴ്സണാലിറ്റി മൊത്തം വരുന്നത് ഈ ലാസ്റ്റ് റൗണ്ടിലാണോ? ഇല്ല, ഓരോന്നും അവർ ചെയ്ത് നോക്കിയിട്ടാണ് നമുക്ക് മാർക്ക് തരുന്നത്. ഓരോ റൗണ്ടിലും നമ്മളവിടെ നമ്മളവിടെ സ്റ്റേജിൽ നമ്മളോട് സൈഡിൽ ഇരുന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ റൗണ്ട് ആകുമ്പോൾ കയറിയാൽ മതിയെന്ന്. ആ റൗണ്ടിൽ നമ്മൾ ആ സ്റ്റേജിൽ നമ്മൾ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുവരെ അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആകെ തന്നത് ഇത്രയും റൗണ്ടിൽ 10 മിനിറ്റ്സ് ആണ് മേക്ക് ഓവർ തന്നിരിക്കുന്നത്, അതായത് ഡ്രസ് ചേഞ്ചിങ്ങിന് തന്നിരിക്കുന്നത്. അപ്പം ഞാൻ ട്രഡീഷണൽ റൗണ്ടും ക്ലാസിക്കലുമാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ ആ ഒരു കോസ്റ്റ്യൂമിൽ നിന്ന് ആ ഒരു മേക്ക് ഓവറിൽ നിന്ന് അടുത്ത മേക്ക് ഓവറിലേക്ക് പോവുകയാണ്. പിന്നെ വന്നത് ലാസ്റ്റ് നമുക്ക് തന്നത് ഗൗൺ റൗണ്ടാണ്. അപ്പോൾ ഇതെല്ലാം ടോട്ടലി മാറി. മറ്റേ രാവിലെ ട്രഡീഷണൽ ക്ലാസിക്കൽ ഡാൻസ് ആയിരുന്നു. കുറച്ച് 1 മണിക്കൂർ കഴിയുമ്പോൾ അത്രയും സെക്ഷൻ കഴിയുമ്പോൾ അടുത്ത റൗണ്ട് നമുക്ക് തരുന്നത് ട്രഡീഷണൽ റൗണ്ടാണ്. ഗ്രൂമിങ്ങിന്റെ ടൈമിൽ ഈ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുന്നതിന്റെ സ്പീഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, 10 മിനിറ്റ്സേ ഉള്ളൂ നമുക്ക്. ആ 10 മിനിറ്റ്സ് അവർ നമുക്ക് തന്നിരിക്കുന്ന 10 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ സ്റ്റേജിൽ വന്ന് ഇരിക്കണം. ഡ്രസ്സും എന്താണോ അവർക്ക് അറിയേണ്ട കാര്യമില്ല. അവരവിടെ പറയുന്നത് നമ്മൾക്ക് ഓവറിലോ മേക്കപ്പിലോ അല്ലെങ്കിൽ കോസ്റ്റ്യൂംസിലോ അല്ല കാര്യം. ടൈമിങ് കറക്റ്റ് ആയിരിക്കണം. പിന്നെ അതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട് അത് ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറാണ് ഈ പേജ്മെന്റ് നടത്തുന്നത്. അത് ഡോക്ടർ നീലം പരാഡിയ എന്ന് പറഞ്ഞ മാഡമാണ്. മാഡത്തിൻ്റെ കമ്പനിയാണ്. അവർ ശരിക്കും ഇത് ചെയ്തത് തന്നെ ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോമ്പറ്റീഷൻ നടത്തിയത്. അങ്ങനെ അവർ ആക്ച്വലി ഒരു മിസസ് ഇന്റർനാഷണൽ ആണ് മാഡം. അപ്പോൾ ഡോക്ടർ നീലം പരാഡിയും ഹസ്ബൻഡും കൂടെയാണ് അവരാണ് എൻ്റെ ഷോ ഡയറക്ടറും ഓർഗനൈസറും. അപ്പോൾ അവര് നമുക്ക് ഒരു 5 മന്ത്സ് മുമ്പേ തന്നെ ഗ്രൂമിങ് തരുന്ന കൂട്ടി നമുക്ക് മാക്സിമം, പ്രത്യേകിച്ച് മലയാളീസാന്ന് പറഞ്ഞതുകൊണ്ട് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവരെല്ലാ രീതിയിലും എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാലും അവർ പറയും കുഴപ്പമില്ല, ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ മാക്സിമം ഒന്നും കൂടെ ക്ലിയർ ചെയ്താൽ മതി എന്ന് പറയായിരുന്നു. നിങ്ങൾ പേടിക്കേ വേണം. നമുക്കൊക്കെ ലാസ്റ്റ് റൗണ്ട് വന്നപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. എന്തൊക്കെയായിരുന്നു ഈ ക്വസ്റ്റ്യൻസ്? എന്തൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻസ്? അവർ ആദ്യമേ തന്നെ നമ്മളോട് പറഞ്ഞു, എൻ്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ഫേസ് ആണോ ബ്യൂട്ടിഫുൾ മൈൻഡ് ആണോ നല്ലതെന്നുള്ളത്. ഏറ്റവും നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത് ഏതിനാണ്?
ഞാൻ അപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻ ആണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അവർ ആ സ്റ്റേജിൽ വെച്ചിട്ട് പറഞ്ഞു 1 മിനിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു. പിന്നെ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ആ സമയത്ത് നമുക്കത് കറക്റ്റ് ചെയ്ത് പറയാൻ പറ്റി. അപ്പോൾ പറഞ്ഞതിൻ്റെ ഇതിലാണ് നമുക്ക് ആ വിൻ ചെയ്യാൻ പറ്റിയത്. അവർ ആ ടൈമിങ്ങും അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയണ ആ ഒരു സെൻറ്റൻസ് എല്ലാം കൂടെ നോക്കിയിട്ടാണ് അവർ ലാസ്റ്റ് നമുക്ക് മാർക്ക് ഇടുന്നത്. ഓക്കെ, ഇതിൽ എത്ര പേരിലായിരുന്നു? ഇപ്പം എനിക്ക് തോന്നുന്നു ഓരോ ടൈമിൽ ആൾക്കാർ ഔട്ട് ആവുമായിരുന്നോ? ലാസ്റ്റ് ഫൈനലിൽ വന്നപ്പോൾ എത്ര പേരുണ്ടായിരുന്നു? ഇല്ല, ഞാൻ പറഞ്ഞില്ല, നമ്മൾ 500 പേരിൽ 50 പേരെ സെലക്ട് ചെയ്തിട്ട് ഫൈനൽ റൗണ്ടിൽ 29 നമ്പേഴ്സ് ഉണ്ടായിരുന്നു, മത്സരാർത്ഥികളുണ്ടായിരുന്നു. അതിൽ ആണ് ഞാൻ വിൻ ചെയ്തത്. ഈ 29 ഞാൻ പറഞ്ഞ ഈ പല രാജ്യങ്ങളിലുള്ള ഇന്റർനാഷണൽ ആയിട്ടാണ് ഈ പ്രോഗ്രാം അവർ നടത്തിയത്. അപ്പോൾ അതിൽ എനിക്കത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടാണ് ലാസ്റ്റിൽ അവർ നോക്കുന്നത്. അതിൽ എനിക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത്രയും പേരുടെ ഇടയിൽ നിന്നാണ് ഡോക്ടർ ഷംലയുടെ ആ ഉത്തരത്തിന് ഈ മിസ്സസ് വേൾഡ് ഗ്ലോബൽ ക്യൂനായത്. അപ്പോൾ ആ ആൻസർ എന്തായിരുന്നു അവിടെ? ഞാൻ പറഞ്ഞ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിറ്റി മൈൻഡ് ആയിരുന്നു ഞാൻ കൊടുത്ത ആൻസർ. അപ്പോൾ അതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എനിക്കൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്, ഞാൻ ചാരിറ്റി ചെയ്യുന്നതാണ്. എൻ്റെ കുഞ്ഞിലേ തൊട്ടുള്ള വലിയൊരു ഡ്രീമായിരുന്നു ചാരിറ്റി വർക്ക് ചെയ്യുക. അവർ ഫസ്റ്റ് എന്നോട് ആദ്യം നമുക്കൊരു റൈറ്റിംഗ് ഇതുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ എഴുതി കൊടുക്കണമായിരുന്നു. അതിൽ നമ്മൾ ചോദിച്ചത് അവരോട് ഞാൻ ആരാകാനാണ്, അതായത് എനിക്കൊരു അവസരം വന്നു കഴിഞ്ഞാൽ ഞാൻ ആരാകാനാണ് എന്നാണ് അവരെന്നോട് ആദ്യമേ ചോദിച്ചത്. അപ്പം ഞാൻ സഡനായിട്ട് ആൻസർ കൊടുത്തു, എനിക്ക് മദർ തെരേസ ആയാൽ മതിയെന്ന്. അപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഒരു സന്തോഷമായി. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ഈവെൻറ്റിൽ ഞാൻ ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള മെയിൻ കാരണം ഇവർ ചെയ്യണമെന്ന് വെച്ചാൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും അശരണരായിട്ടുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതിനകത്തുനിന്ന് കിട്ടുന്ന ഫണ്ട് അതിനകത്തേക്കാണ് അവർക്ക് വേണ്ടിയിട്ടാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ അതെനിക്കൊരു വലിയൊരു താല്പര്യമായിട്ട് തോന്നി. അതവർ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ പോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനകത്തേക്ക് വന്നു എന്ന് ചോദിച്ചത്. പിന്നെ അതുപോലെ തന്നെ എന്നോട് ചോദിച്ചത് എൻ്റെ ഡ്രീം ഗേൾ ആരാണെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഇവർ മാർക്കിട്ട് വെക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയത്തില്ല, പക്ഷെ നമ്മളോട് ചോദിക്കുമ്പോൾ എനിക്കറിയാവുന്ന ആൻസറാണ്. കാരണം നിലവിൽ ഞാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ, എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളാണ് അവർ ചോദിച്ചത്. ഡ്രീം ഗേൾ ആരാന്ന് ചോദിച്ചപ്പം ഞാൻ കിരൺ ബേദിയും പിന്നെ നമ്മുടെ ശ്രീലങ്ക മാഡത്തിൻ്റെയും പേര് പറഞ്ഞു. കാരണം കുഞ്ഞിലോട്ട് എനിക്ക് IPS അല്ല IAS എടുക്കണമെന്നുള്ള ഒരു മോഹമായിട്ടാണ് ഞാൻ പഠിച്ചതും വളർന്നു വന്നതുമൊക്കെ. അപ്പം ഇവരെയൊക്കെ കണ്ടിട്ടാണ്, ഇവരുടെ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചും കണ്ടുമൊക്കെയാണ് അന്നത്തെ കാലത്ത് ഞാൻ വളർന്നു വന്നത്. പക്ഷെ പിന്നീട് ബിസിനസ്സിലേക്ക് തിരിഞ്ഞുകൊണ്ട് എനിക്ക് അതിലൊന്നും ആകാൻ പറ്റില്ല. പക്ഷെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു മോഹം ഉണ്ട്, ഇനിയിപ്പം നമുക്ക് നടക്കൂല. പക്ഷെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റി. പിന്നെ നമ്മൾ ലാസ്റ്റ് റൗണ്ടിൽ അവർ ചോദിച്ച ഈ ക്വസ്റ്റ്യൻ ടൈമിങ്, അതായത് നമുക്കിപ്പോൾ ഒരു 30 സെക്കൻഡോ അല്ലെങ്കിൽ 40 സെക്കൻഡോ പറയാൻ പാടില്ല. അവർ 1 മിനിറ്റാണ് നമുക്ക് ടൈം തന്നത്. ആ ടൈമിങ് എൻ്റെ 59 സെക്കൻഡായിരുന്നു, കറക്റ്റായിരുന്നു. 59 ഒറ്റ ഇതിലാണ് ഞാൻ അത് നിർത്തിയത്, സ്റ്റോപ്പ് ചെയ്തത്. പിന്നെ എല്ലാം അവർ ടോട്ടലി ഉള്ള നമ്മളുടെ റൗണ്ട് അവർ നോക്കുന്നുണ്ടായിരുന്നു. ട്രഡീഷണൽ ആണെങ്കിലും ക്ലാസിക് ആണെങ്കിലും യോഗ, ജിമ്മ്, അതുപോലെ തന്നെ ഫോട്ടോഷൂട്ട് കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ. അതും എല്ലാം കൂടെ വെച്ച് നോക്കിയിട്ടാണ് അവർ നമുക്ക് ലാസ്റ്റിൽ മാർക്ക് ഇട്ടത്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് ക്രൗൺ ഏറ്റവും വലുതായിട്ടുള്ള ആ ക്രൗൺ എനിക്ക് എൻ്റെ കയ്യിലേക്ക് വന്നത്. ഓക്കെ, ഡോക്ടർ ഷംല എങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക്, അത് ഫാമിലി ബിസിനസ്സിലായിരുന്നോ? അങ്ങനെയാണോ ബിസിനസ്സും മികച്ച സംരംഭകയും ഒക്കെ ആയി മാറിയത്? എങ്ങനെ? ഇല്ല, എൻ്റെ ഫാമിലി ബിസിനസ്സാണ്. എൻ്റെ അച്ഛനൊക്കെ പുറത്തായിരുന്നു. എൻ്റെ ഫാമിലീസ് എല്ലാവരും മിക്കവാറും എല്ലാവരും എൻ്റെ കസിൻസ് ആണെങ്കിലും എൻ്റെ അങ്കിൾമാരാണെങ്കിലും എല്ലാവരും പുറത്താണ്. എൻ്റെ ബ്രദർ പുറത്തായിരുന്നു. പക്ഷേ ഈ ഫീൽഡുമായിട്ട് എൻ്റെ വീട്ടുകാർക്ക് യാതൊരുവിധ കണക്ഷനും ഇല്ല.
ഇതിങ്ങനെ എൻ്റെ ഒരു കസിൻ ബാംഗ്ലൂർ ഇങ്ങനെ ഒരു ചെറിയൊരു ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓർണമെൻറ്റ്സിനോട് എനിക്കൊരു ഭയങ്കര ഡാൻസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഓർണമെൻറ്റ്സിനോട് ഭയങ്കര ക്രൈസ് ആയിരുന്നു. അന്ന് തൊട്ട് നമ്മൾ ഈ വായിക്കുന്നതൊക്കെ എലിസബത്ത് രാജ്ഞി ഇടുന്നതും അല്ലെങ്കിൽ അതുപോലുള്ള വലിയ വലിയ ആൾക്കാരിടുന്ന പേൾസിനെ പറ്റിയിട്ട് ഇപ്പം മുത്ത് അല്ലേ, നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ കേൾക്കണത് ഇതൊക്കെയല്ലേ. അപ്പം ആ ഒരു സംഭവം ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഓർണമെൻറ്റ്സിനോട് എനിക്ക് എപ്പോഴും ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഞാൻ വരയ്ക്കുമായിരുന്നു, വരയ്ക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പം അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ഈ ആൾക്കാർ ജുവലറിയൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ഏതാണ് മാച്ചിങ്, ചെറുപ്പം തൊട്ട് ഞാൻ ഇങ്ങനെ അവർക്ക് ഏതാണ് മാച്ചിങ് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കണ്ടുവയ്ക്കുമായിരുന്നു, അവർക്ക് ഇന്ന ഓർണമെന്റ്സ് മാച്ച് ആകുമെന്നുള്ള. അങ്ങനെയാണ് പിന്നെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് ഇപ്പം 23 years ആയി ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ട്. അപ്പം അന്ന് തൊട്ട് അന്നത്തെ കാലത്ത് ആരും വന്ന് ചേരാത്തൊരു, അത് ആരും ചെയ്യാത്തൊരു മേഖലയിലേക്കാണ് ഞാൻ വന്ന് ചാടിയത്. അപ്പം എനിക്കത് ആദ്യകാലത്തിൽ നമ്മളൊരു വേറൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതുമല്ല ഇതൊരു സാധാരണ റിസ്ക് അല്ല, ഹെവി റിസ്കും കൂടിയുള്ള ഭയങ്കര ഹെവി റിസ്ക് അല്ല. ശരി, നന്നായി നല്ല രീതിയിൽ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ഈ ഒരു ലെവലിൽ എനിക്ക് നിൽക്കാൻ പറ്റിയത്. അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഞാനൊരു യാഥാസ്ഥിതിക മുസ്ലിം ഫാമിലിയിലുള്ളൊരു കുട്ടിയാണ്. അപ്പം അന്നത്തെ കാലത്ത് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഫാമിലിയിൽ ആരും പുറത്തേക്ക്, അതായത് പഠിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുക, വീട്ടിലിരിക്കുക എന്നുള്ള ഒരു സിസ്റ്റമാണ്. പക്ഷെ അതിൽ നിന്ന് എൻ്റെ ഫാദർ പുറത്തൊക്കെ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ഫ്രീഡം തന്നു. അപ്പം ഞാൻ കോളേജ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി എനിക്ക്. കാരണം വെച്ചാൽ ഫാമിലി, എൻ്റെ പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ എൻ്റെ സ്വന്തം കാലിൽ എനിക്ക് നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ കസിൻ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും നമുക്ക് ഗിഫ്റ്റായിട്ട് ഇതൊക്കെ കൊണ്ടുവരും. അങ്ങനെ കസിനോട് സംസാരിച്ചു, അങ്ങനെ പുള്ളി എന്നെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞാൻ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്താണ്, ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത്. പക്ഷെ ആ സമയങ്ങളിൽ ശരിക്കും നമുക്ക് എന്താ പറയുക, ഫുഡ് കഴിക്കാൻ പോലും സമയം ഉണ്ടാവില്ല, ഫുഡ് കഴിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ യാത്രകൾ ചെയ്യണം ഒരുപാട്. ഇപ്പം ഞാൻ എറണാകുളമാണ് ബേസ്, എറണാകുളത്ത് നിന്ന് യാത്ര ചെയ്ത് ട്രിവാൻഡ്രത്ത് വരണം. ട്രിവാൻഡ്രത്ത് ക്ലയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രത്ത് കസ്റ്റമറെ കാണാൻ വേണ്ടി വരണം. അപ്പം ഇവരുടെ ഓർഡർ വരുന്നത് നമ്മൾ തിരിച്ച് കൊണ്ടു കൊടുക്കണം. അങ്ങനെയുള്ള ഒരുപാട് ട്രാവലിങ്ങും ആയിട്ടാണേലും നമുക്ക് ഒരുപാട് ശരി നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. നിങ്ങളുടെ ബ്രാഞ്ചസ് എവിടെയൊക്കെയാണ്, എങ്ങനെയാണ്? കൊച്ചിയില് എടപ്പള്ളിയില് ബൈപ്പാസിലാണ് ഷോറൂം. അതാണ് എൻ്റെ മെയിൻ ഹെഡ് ഓഫീസ്. ഇവിടെ ട്രിവാൻഡ്രത്ത് ദേവസ്വം ബോർഡ്, കവടിയാർ ദേവസ്വം ബോർഡാണ് എൻ്റെ ബ്രാഞ്ച് ആയിട്ടുള്ളത്. ഇനി അടുത്ത് വരെ നമ്മൾ കോട്ടയത്താണ് ഷോറൂം തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, എന്തിലൊക്കെയാണ് ഈ മികച്ച സംരംഭക എന്നുള്ള അവാർഡുകൾ നേടിയിട്ടുണ്ട്? അപ്പോൾ അത് ഏതൊക്കെ കാറ്റഗറി, ഏതൊക്കെ പരിപാടികളിലാണ് നേടിയത്? ഞാൻ ബെസ്റ്റ് എക്സലൻസ് അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു കൺസെപ്ച്വൽ ജ്വല്ലറി ഡിസൈനറാണ്. അപ്പോൾ അതിനുള്ള ഒരു ജ്വല്ലറി ഡിസൈനറിനുള്ള അവാർഡ് 3-4 അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബെസ്റ്റ് ജുവലറി എന്നുള്ള എൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് എൻ്റർപ്രണർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. കുറേ അവാർഡുകൾ. കഴിഞ്ഞ ദിവസം എനിക്ക് ഹ്യൂസ് ലൈഫ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ, അത് നമ്മുടെ മിനിസ്റ്റർ ആൻ്റണി രാജുവിൻ്റെ കയ്യിൽ നിന്നാണ് എനിക്കത് വാങ്ങാൻ പറ്റിയത്. പുള്ളിയുടെ ഇപ്പം ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് അവാർഡ് വാങ്ങിക്കുന്നത്. 3 times ഞാൻ വാങ്ങിച്ചു. പിന്നെ എനിക്കിപ്പം ഈ അടുത്ത് ഞാൻ പിന്നെ ഇവിടെ ഡൽഹിയിൽ ശില്പ ഷെട്ടിയുടെ കയ്യിൽ നിന്ന് എനിക്കൊരു അവാർഡ് IIF എന്ന് പറഞ്ഞ ഒരു അവാർഡ് കിട്ടി. അത് ബെസ്റ്റ് ജ്വല്ലറി, അത് നമ്മളുടെ ജെംസിൻ്റെ ഓൾ ഇതെടുത്തിട്ട് അങ്ങനെ എനിക്ക് കിട്ടിയതാണ്. എൻ്റെ പ്രൊഫൈൽ ഇതെല്ലാം തന്നെ എൻ്റെ പ്രൊഫൈൽ നമ്മൾ അയച്ചു കൊടുക്കും. എല്ലാത്തിലും ഞാൻ വെറുതെ അപ്ലൈ ചെയ്യും. അപ്പോൾ എന്തെങ്കിലും കിട്ടണേ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അവർ നമ്മുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ട് ആ രീതിയിലാണ് നമുക്ക് അവാർഡുകൾ തന്നത്. ശരി, ഈ പേൾ അല്ലെങ്കിൽ ഈ വജ്ര ബിസിനസ് ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. പ്രത്യേകിച്ച് അതിലേക്ക് ഒരു സ്ത്രീ ഇറങ്ങി ചെല്ലുക, അത് ബിസിനസ് ചെയ്യുക, അത് സക്സസ് ആവുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പ്രൗഡായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന കാര്യമാണ്. അപ്പം എങ്ങനെയാണ് അത്ര ധൈര്യത്തിൽ അതിലേക്ക് പോകാൻ സാധിച്ചത്? ഇപ്പോൾ ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഇപ്പോൾ പേൾ മാത്രമാണോ, ഇല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ജ്വല്ലറീസും ചെയ്യുന്നുണ്ടോ? ഞാൻ ശരിക്കും പറഞ്ഞ സാഹചര്യങ്ങൾ മൂലം നമ്മൾ പലരും പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. നമ്മൾ വേണ്ടാന്ന് വെക്കുന്ന പല കാര്യങ്ങളും സാഹചര്യങ്ങൾ മൂലം നമ്മൾ
പോയി ചെയ്യാറുണ്ട്. ഞാൻ ആക്ച്വലി ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ PGDCA പഠിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലെ പുറത്തേക്ക് വിടൂല. അപ്പോൾ എനിക്ക് നാട്ടിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്യുക. അപ്പം നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്താൽ നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള സാലറി അന്നത്തെ കാലത്ത് കിട്ടുകയുള്ളൂ. പിന്നെ നമുക്ക് വർക്കിംഗ് ടൈം ഉണ്ട്, മോർണിംഗ് ടു ഈവനിങ് വരെ. ചിലപ്പോൾ നമ്മൾ ആ വർക്ക് തീർന്നില്ലേ, നമ്മൾ അത് തീർത്തു കൊടുത്താലേ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പം ഒത്തിരി ഞാൻ 2-3 സ്ഥലത്ത് ജോലിക്ക് നിന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ഒത്തിരി പ്രോബ്ലംസ് നേരിടേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടുന്ന് വിട്ടിട്ട് ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു ബിസിനസ്സിൽ തന്നെ പലരും എന്നെ ഇതിനകത്തുനിന്ന് എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പലരും ഇൻസൾട്ട് ചെയ്തു. പിന്നെ വേറെ പണിയൊന്നുമില്ല, നീ വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് നടക്കാനാണ്. അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയിൽ നിന്നാണേലും ഇതിനെ സപ്പോർട്ട് ചെയ്തില്ല. കാരണം ഇങ്ങനൊരു പ്രത്യേകിച്ച് ഞാൻ തന്നെ ഇത് ചെയ്യുന്നു, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വിജയിക്കുമോ, അല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് വേറെ പണിയില്ലേ, പഠിച്ചിട്ട് വേറെ ജോലി നോക്ക്, അങ്ങനെയുള്ളൊരു ഫാമിലി എന്ന് വെച്ചാൽ എൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുത്തു നിന്ന് തന്നെയാണ് എനിക്ക് ഒരുപാട്. കാരണം എൻ്റെ അച്ഛനും അമ്മയും അല്ല, ബാക്കിയുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ ഇതിനകത്തുനിന്ന് റിജക്റ്റ് ചെയ്ത് എന്നെ മാറ്റാൻ വേണ്ടി, പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഞാൻ ഭയങ്കര കട്ടയ്ക്ക് ഞാൻ നിന്ന്, ഞാൻ ഇതിൽ തന്നെ നിൽക്കുകയുള്ളൂ, ഞാൻ ഇതിനകത്തുനിന്ന് തന്നെ ഞാൻ എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കുവാണെങ്കിൽ എന്തെങ്കിലും ഇതിനകത്തുനിന്ന് തന്നെ ഉണ്ടാക്കുള്ളൂ എന്നുള്ള ഒരൊറ്റ മൈൻഡായിട്ട് തന്നെ എനിക്കിതിനകത്ത് നിൽക്കാൻ പറ്റിയതുകൊണ്ട് എനിക്ക് ഇന്നിവിടെ വിൻ ചെയ്ത് ഇപ്പം നിങ്ങളുടെ മുന്നിൽ എനിക്ക് ഇരിക്കാൻ പറ്റുന്നത്. പിന്നെ ഞാൻ പതുക്കെ ആദ്യ കാലങ്ങളിൽ എനിക്ക് പേൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയങ്ങളിൽ. കാരണം സ്റ്റോൺസ് ഒന്നും അങ്ങനെ വലിയ ഒരു പ്രചാരത്തിൽ, അതായത് മാർക്കറ്റിൽ അങ്ങനെ വന്നിട്ടില്ല. വലിയ അപൂർവങ്ങളായിട്ട്, അതായത് ഇപ്പൊ റൂബി എമറാൾഡ് ഒക്കെ വലിയ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു കാലമാണ്. ആ സമയത്ത് ഡയമണ്ടിനെക്കാട്ടിയും കോസ്റ്റ്ലി ആയിട്ടാണ് ഈ സ്റ്റോൺസ് വരുന്നത്. അന്നൊക്കെ സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ മൈൻഡിൽ ഡയമണ്ട് എന്നാണ് എല്ലാവരുടെയും മനസ്സിൽ വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് വന്ന പേള് ഒരുവിധം എല്ലാവർക്കും അറിയാമല്ലോ. പേള് നമ്മൾ മാർക്കറ്റിൽ ഇറക്കി ഒരുപാട് പേര് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പതുക്കെ ഞാൻ സ്റ്റോൺസ് റൂബി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കോസ്റ്റ്ലി ആണ് ആ സമയത്ത്. കാരണം അന്ന് ഒരു സാധാരണക്കാരോ അല്ല മിഡിൽ ക്ലാസ് ഒന്നും വാങ്ങൂല ഇത്. പേളൊക്കെ പിന്നെയും ആൾക്കാരെടുക്കും. അപ്പം നമ്മൾ ആ ഒരു ലെവലിലുള്ള, കാരണം അത്രയും ഹൈ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരെ ഈ സ്റ്റോൺസ് യൂസ് ചെയ്യുള്ളൂ, കാരണം കോസ്റ്റ്ലി ആയതുകൊണ്ട്. അന്ന് ഈ സ്റ്റോൺസ് ജെംസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സിൽ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സ്റ്റോൺസ് ആയിട്ടാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. അപ്പം അതൊക്കെ നമ്മൾ ഈ റൂബിയും എമറൽഡ് സഫയർ ഈ 3 സ്റ്റോണാണ് അന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ബേർത്ത് സ്റ്റോൺസ് ഉണ്ട് കേട്ടോ. ബേർത്ത് സ്റ്റോൺസ് എല്ലാവരും ഇപ്പം ജ്വല്ലറികളിലെല്ലാം ബേർത്ത് സ്റ്റോൺ നമുക്ക് ആ ഒരു എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ നമ്മളെല്ലാവരും ബേർത്ത് സ്റ്റോൺസിലേക്ക് പോകും. അപ്പോൾ ബേർത്ത് സ്റ്റോൺസ് എല്ലാ ജ്വല്ലറികളിലും കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നാലും അന്നത്തെ കാലത്ത് വേറൊരു കാര്യമുണ്ട്, അന്നത്തെ കാലത്ത് എല്ലാ ജെം സ്റ്റോൺസും ഒറിജിനലായിരുന്നു. ഇന്ന് ഒരുപാട് മാർക്കറ്റിൽ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള സ്റ്റോൺസുകൾ ഇറങ്ങിയിട്ടുണ്ട് മാർക്കറ്റിൽ. അത് നമുക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റൂല. കാരണം വെച്ചാൽ സ്റ്റോൺസിന്റെ ലഭ്യത കുറഞ്ഞു, പക്ഷെ ആവശ്യം കൂടി. അപ്പൊ അതുകൊണ്ട് ഈ ഒറിജിനൽ സ്റ്റോൺസിന്റെ കിട്ടാനുള്ള ലഭ്യത കുറവായതുകൊണ്ട് ആൾക്കാർ ഫേക്ക് ആയിട്ടുള്ള സ്റ്റോൺസിൽ, അതായത് ഇപ്പം നമുക്കൊരു റൂബി വേണമെന്നുണ്ടെങ്കിൽ ആ റൂബി പോലെ തന്നെ ഗ്ലാസ് ഫില്ലിംഗ് ആയിട്ടുള്ള, അതായത് ഗ്ലാസ് കട്ടിംഗ് ആണ്, അതിനെ ട്രീറ്റ് ചെയ്ത് കളറ് കയറ്റിയിട്ട് അത് നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലും മിക്ക ആൾക്കാരും ഇപ്പൊ ഈ ഗ്ലാസ് ഫില്ലിംഗ് സ്റ്റോൺസ് ആണ്. കാരണം റീസണബിൾ ആണത്. മറ്റേ ഒറിജിനൽ എന്ന് പറയുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലി ആണ്. ഒറിജിനൽ സ്റ്റോൺസിന് ഇന്നും വിലയുണ്ട്, അന്നും വിലയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ആക്ച്വലി 4500 സ്റ്റോൺസ് കണ്ടുപിടിച്ചിട്ടുണ്ട് ലോകത്തില്. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു 2500 കളക്ഷൻസ് ഉണ്ട്. സ്റ്റോൺസിന്റെ വെറൈറ്റീസ് ഉണ്ട് അതായത് റൂബിയുടെ തന്നെ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന, അല്ലെന്നുണ്ടെങ്കിൽ പല കളേഴ്സ് ഉണ്ട്. അതുപോലെ എമറൽഡ്, സഫയർ. പിന്നെ ഇപ്പം പുതുതായിട്ടൊരു സംഭവം നമ്മുടെ കേരളത്തിൽ അത് നിലവിൽ വന്നിട്ടില്ല. നമ്മുടെയൊക്കെ മനസ്സിൽ നവരത്നങ്ങൾ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, 9 രത്നങ്ങളാണ്. പക്ഷെ ഇപ്പം അതില് ഒരു സെമി പ്രഷ്യസ് സ്റ്റോൺസ് ഉണ്ട്, അത് ടോർമിൽ എന്ന് പറഞ്ഞ, അത് ആക്ച്വലി സെമി പ്രഷ്യസ് സ്റ്റോൺസ് ആണ്, പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി സ്റ്റോൺ ആണ്. അതായത് നമ്മൾ ഡയമണ്ട് പോലെ തന്നെ ഭയങ്കര വില വരുന്ന ഒരു സ്റ്റോൺസ് ആണ് ഈ ടോർമിൽ എന്ന് പറയുന്നത്. അത് ഫോറിൻ കൺട്രീസിൽ ഫോറിനേഴ്സും ഒരുപാട് ഭയങ്കര ഹീലിംഗ് പവറാണ് ഈ സ്റ്റോണിന്. അത് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് അവർ. അപ്പം ആ സ്റ്റോണ് ഇപ്പം 10 രത്നങ്ങളിലേക്ക്, അതായത് നമ്മുടെ നവരത്നത്തിലേക്ക് ആഡ് ചെയ്ത് പ്രഷ്യസ് സ്റ്റോൺസിൽ, നേരത്തെ അത് സെമി പ്രഷ്യസ് സ്റ്റോൺസ് ആയിരുന്നു, ഇപ്പൊ അത് പ്രഷ്യസ് സ്റ്റോൺസിലേക്ക് ആഡ് ചെയ്തിട്ട് 10 രത്നങ്ങൾ എന്നാണ് വേൾഡ് വൈഡ് ആയിട്ട് അതിനെ 10 രത്നങ്ങളായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ആർക്കും
അങ്ങനെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഈ എല്ലാ സാധനങ്ങളും എൻ്റെ കടയിലുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഇമ്പോർട്ട് ചെയ്യുവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് എന്ത് സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് എൻ്റെ കയ്യിൽ വരും. നമുക്ക് എനിക്ക് അതിൻ്റെ മെമ്പർഷിപ്പ് ഉണ്ട്. അപ്പം അവിടെ എന്താ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അവിടെ എന്താണ് ലോഞ്ച് ചെയ്യുന്നത്, അത് നമുക്ക് അവർ സാമ്പിൾ അയച്ചു തരും. ഇവിടെ അതിൻ്റെ മാർക്കറ്റ് അനുസരിച്ചിട്ട് നമ്മൾ വേണം പിന്നെ കസ്റ്റമേഴ്സിനോട് പറഞ്ഞു കൊടുത്ത് അത് ഇന്ന സ്റ്റോണാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഏത് സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും, ഇപ്പം എൻ്റെ ഷോപ്പിലല്ല വേറൊരു ഷോപ്പിലാണെങ്കിലും ഇപ്പം എനിക്ക് ഡയറക്റ്റ് എൻ്റെ ക്ലയൻസിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഇന്നൊരു സ്റ്റോൺ മാഡം ഇത് ഇങ്ങനെയാണ്, അല്ലെ സാർ അത് ഇങ്ങനെയാണ്, അതിൻ്റെ ക്വാളിറ്റി ഇങ്ങനെയാണ്, അതിൻ്റെ ഗ്രേഡിങ് ഇങ്ങനെയാണ്, അല്ലെ കട്ടിങ് ഇങ്ങനെയാണ്, ഏത് രാജ്യത്തു നിന്നാണ് വരുന്നത്, അതിൻ്റെ എന്താ പറയുക അതിൻ്റെ പവർ, ഇതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണ് ഒരു കസ്റ്റമറെ കൊണ്ട് ഞാൻ ഈ സ്റ്റോണ് കാരണം അവർ എന്നിട്ട് എടുത്താൽ മതി. കാരണം നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ വാല്യൂ അല്ലെ അതിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞാലല്ലേ നമുക്കൊരു സ്റ്റോൺ വാങ്ങിക്കും. ബിസിനസ് അങ്ങനെ വളരെ മികച്ച രീതിയിൽ തീർച്ചയായിട്ടും നമ്മുടെ സമയം തീരുകയാണ് ഷംല. ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് പോവട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. സന്തോഷം സംസാരിക്കാൻ സാധിച്ചു. താങ്ക് യു. ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ന്യൂസ് 18നോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5520 രൂപ, പവന് 44,160 രൂപ. വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോ 78,000 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3615 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ലേഡീസ് ബാൻഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.